എല്ലാവർക്കും നമസ്കാരം. എല്ലാ മനുഷ്യരും അവരുടേതായ അവർക്ക് മാത്രം ഉച്ചരിക്കാനാവുന്നൊരു ഭാഷ നിർമ്മിക്കുന്നുണ്ട് എന്നതാണ് എൻ്റെ ബോധ്യം. കേരളത്തിൽ നമ്മുടെ ദേശത്തിൻ്റെ പിറവി കരിദിനമായി ആചരിക്കുന്ന ഇടങ്ങളുണ്ട് എന്നത് ചരിത്രപരമായൊരു വസ്തുതയാണ്. നമ്മുടെ ദേശത്ത് ഉള്ള എല്ലാ ഭാഷകളും തമ്മിലൊരു സാഹോദര്യം ഉണ്ടാവേണ്ടതുണ്ട്. ഒരുപക്ഷെ മറ്റു നാട്ടിലെ ഭാഷകളെയൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കുന്ന അതേപോലെ നമ്മുടെ വൈവിധ്യങ്ങളെ, ഭാഷാ വൈവിധ്യങ്ങളെ ചേർത്ത് പിടിക്കാനുള്ള ഒരു തുടക്കം കൂടി ഇത്തരത്തിലുള്ള ദിവസങ്ങളുടെ ഭാഗമായി അതിൻ്റെ ആലോചനകൾ കൂടി ഉണ്ടാവേണ്ടതുണ്ട് എന്ന് മാത്രം പറയുന്നു. 2 ചെറിയ കവിതകളാണ് വായിക്കുന്നത്. ആദ്യ കവിത ലൈറ്റ് ഹൗസി. അത്ഭുതമെന്ന് പറയാനില്ല. എൻ്റെ വൃഷണത്തിൻ്റെ തൊട്ടുതാഴെയായി ഒരു യോനി പൊടിച്ചു വരുന്നു. ഒരു പല്ല് കിളിർത്ത് വരും പോലെ, ഒരു കുഞ്ഞു പക്ഷി വായ തുറക്കും പോലെ. മറച്ചു പിടിക്കുന്നത് എന്തിനാണ്? എൻ്റെ വൃഷണത്തിന് ഒരു അനിയത്തി പിറന്നിരിക്കുന്നു. ഒരു കണ്ണിന് മറുകണ്ണ് സഹോദരപ്പെടുന്നത് പോലെ, ഒരു ചെവിക്ക് മറുചെവി കൂട്ടിരിക്കുന്നത് പോലെ, ഉയരുമ്പോൾ ഒരു കാലിനെ മറുകാൽ പോറ്റുന്നതുപോലെ. ഒരു ശരീരത്തിൽ എന്തിന് അധികം ലൈംഗികാവയവങ്ങൾ എന്ന് നിങ്ങൾക്ക് തോന്നാമെങ്കിലും എനിക്കവ അങ്ങനെയല്ല. സ്നേഹത്തെ സ്വീകരിക്കാൻ ഇതിലും കൂടുതൽ ചുണ്ടുകൾ ഞാൻ ഏറ്റെടുക്കും. എനിക്കതിൽ മടിയൊന്നുമില്ല. വിശപ്പ് കൊണ്ടല്ല ഏറ്റവും കൂടുതൽ മരണമെന്ന് എനിക്കറിയാത്തതല്ല. ശരീരത്തിൽ കള്ളനോട്ടുകളില്ല. അതിൻ്റെ ഓരോ തരിയും സത്യം. ആണായാലും പെണ്ണായാലും പലതുമായാലും നിങ്ങളുടെ സ്നേഹം കാത്തിരിക്കുന്ന ഒരാൾ എൻ്റെ ഉള്ളിലുണ്ട്. വരുന്ന നൂറ്റാണ്ട് പാതി പെൺകുട്ടിയാണ്.